എങ്ങനെയാന്ന് വീണ്ടും 2 ടിപ്സും കൂടെ വേറെ 2 ടിപ്സ് ഉറങ്ങാതിരിക്കാനുള്ള ടിപ്സ് അതങ്ങോട്ടുണ്ട് അടുത്ത ഇത് നമുക്ക് ബേസിക്കലി നല്ല ക്ഷീണം നമ്മൾ വർക്ക് ചെയ്ത് ഒരു 7 മണിക്ക് ശേഷം നമ്മൾ ചായയോ അതുപോലുള്ള ഇതൊന്നും കൺസ്യൂം ചെയ്യാതെ ഒരു ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് ഒരു ഗ്ലാസ് പാല് കുടിച്ച് റിലാക്സ് ചെയ്തിട്ട് പാട്ട് കേട്ട് കഴിഞ്ഞാൽ പാട്ട് മെയിൻ ആണ് ഉറക്കത്തിൽ. നമ്മൾ താരാട്ട് പാട്ടെന്ന് പറയില്ല, സത്യം പറയട്ടെ പറഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുന്നത് അതല്ല. രാത്രി താരാട്ട് പാട്ട് മന്മഥരാസൊക്കെ കേട്ടിട്ട് ഉറങ്ങണവര് വളരെ ചുരുക്കമാണ്, വളരെ വിരളമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഉറങ്ങാൻ. ബേസിക്കലി ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ ഒരു ഡിസിപ്ലിന്റെ ഭാഗമാണ് ഈ ഉറക്കവും. അപ്പൊ ഡിസിപ്ലിനും ഇല്ലാന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞ വിളിച്ചു വരുത്തി അപമാനിക്കാന്ന് പറയില്ല. ഡയറക്ടർ പ്രൊഡ്യൂസർ അപമാനിച്ചു എന്തൊരു തമ്പിട്ടാലോ. പ്രൊഡ്യൂസർ സിംഗർ. ഇനി ഉറങ്ങാതിരിക്കുന്നവർക്ക് ആ ഉറക്കമില്ലാത്ത സമയം എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആക്കാം എന്നുള്ള ടിപ്സ് നമുക്ക് ചോദിക്കാം. അത് ഞാൻ എനിക്കത് അറിഞ്ഞൂടാ. ഇങ്ങനെ മറ്റേ ഈ ഇരിപ്പ് മറ്റേ ആനത്ത് ഇരിപ്പില്ല എന്ത് ചെയ്യും എന്താ ചെയ്യാ അവസ്ഥ എനിക്ക്. ഓക്കെ, അപ്പൊ എന്നാ പിന്നെ ഉറങ്ങാതിരിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് പറഞ്ഞു. അതിലേക്ക് ഇപ്പൊ ഉറക്കമില്ല, ഭയങ്കര മോശം അവസ്ഥയത്. ഇതിപ്പോ തമാശ വിട്ടിട്ട് പറഞ്ഞാ ഭയങ്കര മോശം അവസ്ഥയാ. നമുക്ക് ഉറങ്ങണം എന്നുണ്ട്, ഉറക്കം വരില്ല. ആ സമയത്താണ് എന്റെ പറഞ്ഞ ആ സമയത്താണ് ചിന്തിക്കുക, ചിന്തകള് കംപ്ലീറ്റ്. ഓക്കെ, അപ്പൊ നാളെ അതെന്ത് ചെയ്യും? ഈ ചിന്തകൾ മുഴുവൻ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന രാത്രി ഉറക്കമില്ലായിരിക്കുമ്പോ. അതെ, ഓവർ തിങ്കിങ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഉറക്കം വരാത്തെ സത്യത്തില്. അതെനിക്കറിയാം, പക്ഷെ എനിക്ക് ഓവർ തിങ്ക് ചെയ്യാതെ പറ്റില്ല. വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണോ? വർഷങ്ങളായിട്ട് എങ്ങനെയാ പ്രത്യേക ടൈപ്പ് താമസിയാതെ ഗിന്നസ് ബുക്കിൽ ഇത്രയും കൊല്ലം ഉറങ്ങാതൊക്കെ ഇരിക്കുന്ന ആളെന്ന് പറഞ്ഞാലേ. അല്ല, എനിക്ക് ഉറക്കം ഭയങ്കര കുറവാ. എന്നിട്ട് എന്താ ഉറങ്ങാതിരിക്കുന്നവർക്ക് ഒരു പാട്ടുകൂടെ അവർക്ക് വേണ്ടി അവർ ബാക്ക് സപ്പോർട്ട്. എന്നോട് കുറെ പേര് പറഞ്ഞു കേട്ടോ, ഇത് ഞങ്ങളുടെ അവസ്ഥ കേട്ടോ. കുറെ പേര് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവർക്കും. ഞാൻ ഇനി പുറകെ അങ്ങനത്തെ പല അവസ്ഥകൾ പാട്ടാക്കാൻ പോവാ. മെയിൻ അവസ്ഥകൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഉറക്കൊളിച്ചിരുന്ന് പഠിക്കുന്നത് യൂസ്ഫുൾ ആണ്. ആ സമയത്ത് രാത്രി പഠിച്ച കുറച്ച് കോൺസെൻട്രേഷൻ കിട്ടും. ഏർലി മോർണിംഗ് അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, രാത്രി ഏർലി മോർണിംഗ് ഒക്കെ സംഭവിച്ചു. പച്ചപ്പാതിര് ഒരു 1 മണി to 3 മണി വരെ എല്ലാ മനുഷ്യന്മാരും ഉറങ്ങുന്നതല്ലേ. കള്ളന്മാരൊഴിച്ച് അവർക്ക് നല്ല കള്ളന്മാരുടെ പീക്ക് ടൈമാ 1 തൊട്ട് 3 വരെ. എന്റെ വീട്ടിൽ കള്ളം കയറൂല. പ്രയോജനം ഇതാണ്, ഉറങ്ങാതിരുന്നുള്ള പ്രയോജനം. സത്യം വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഉറങ്ങാത്ത. അതുകൊണ്ട് ഞാൻ അതിന്റെ മുള്ള കിടക്കുന്നത് കേട്ടോ. ഇത് കണ്ടിട്ട് ഇൻകം ടാക്സ് എല്ലാം കൂടെ ഓടി വരുവേ. പ്രൊഡ്യൂസറും കൂടെയാണ്. നീ നേരത്തെ പറഞ്ഞു പ്രൊഡ്യൂസറിന്റെ ഗുണം. ലൈറ്റ് പോലും കട്ട് ചെയ്ത ക്യാമറമാൻ പറഞ്ഞു, നമ്മുടെ DOP ഉണ്ട് ഹരീഷ്, അവൻ എഴുതി കാണിക്കാന്ന് ഇവിടെ ഒരു പാട്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് ശരിക്കും ഇതൊക്കെ ടാക്കിൾ ചെയ്തിട്ട് എങ്ങനെയാ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യും? അരവിന്ദ് ഇത് രാത്രി തന്നെയാണോ ഷൂട്ട് ചെയ്തത്? ഒരു 7 മണിക്ക് നമ്മൾ തുടങ്ങി, രാവിലെ 6:30-7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഫുൾ ബാക്കപ്പായി. രാത്രി തന്നെയാണ് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തത്. ഇതില് നിങ്ങളൊരു മാസ്ക് വെച്ചൊരു മനുഷ്യനെ കാണുന്നുണ്ടാവും, പാവം. അവനാണ് ഇതിന്റെ നെടുന്തുകൊണ്ട് വിഷ്ണു ആചാരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെമ്മീൻ ബാൻഡിലൊക്കെ മെയിൻ സിംഗർ ആണ്. അവന്റെ ആ സൈസ് നമുക്ക് അത് ഉപയോഗിക്കണം. അത്രയും വലിയൊരു സൈസ് ഞാൻ ഇത്രയേ ഉള്ളൂ, അവൻ വലുതുമാണല്ലോ. പൊക്കം കൊണ്ടാട്ടോ. അതെ, അപ്പൊ അത്ര നമുക്ക് സൈസ് ഉള്ള ഒരാള് വേണം. മാസ്ക് അവൻ ആദ്യം മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നു, പാവം. അവനെ വീണ്ടും മാസ്ക് ഒക്കെ ഇടിച്ച്. പക്ഷെ പാട്ട് കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞു ഇത് വിഷ്ണു ആചാരി തൂക്കി. അപ്പൊ ഞങ്ങള് പറഞ്ഞു എന്ത്, ഞങ്ങള് എഴുതി കൊടുക്കണം ഇത് വിഷ്ണു ആചാര്യാണെന്ന് നമ്മള് പറയണം. അതാ സത്യം പറയല്ല, കണ്ടപ്പോ ആദ്യം വെച്ച് ക്രിയേറ്റ് ചെയ്ത CG എന്നാ. അയ്യോ അല്ല, അത് ഒറിജിനല്ല. പുള്ളി കൂടെ വേണമായിരുന്നു. പുള്ളിക്കാണ് കുറച്ചുകൂടി കാര്യങ്ങളും. ഡയറക്ടർ പ്രൊഡ്യൂസർ ആണല്ലോ, അപ്പൊ എല്ലാം പറയാൻ പറ്റില്ല, പൊതിഞ്ഞേ പറയാൻ പറ്റുള്ളൂ. അൺഫോൾഡ് ആണെങ്കിൽ വിച്ചിനെ പോലത്തെ ആള് വേണമായിരുന്നു. പോളിഷ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ നമുക്ക്. കറക്റ്റ്.